യെസ്, നമ്മൾ മടങ്ങി വരികയാണ്. ലൈവത്തോൺ തുടരുമ്പോൾ നമ്മൾ എങ്ങനെ ജാഗരൂകമാകണം, ഈ കാലാവസ്ഥയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തായാലും ചൂട് ഇനിയും കൂടുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം കൂടി നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ സൂര്യാതാപം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ കണ്ടുവന്ന തൊഴിൽ മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും ആ ജാഗ്രത ഉണ്ടാവണം. ആ ഒരു പൊതു നിർദ്ദേശം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിനപ്പുറം നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഈ ചൂടുകാലത്ത് നമ്മൾ കൂടുതൽ ജാഗരൂകമാവേണ്ടത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ ഷമീം നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ഡോക്ടർ. നമുക്കറിയാം, സംസ്ഥാനം നേരിടുന്ന ചൂട് അതൊരു അസാധാരണ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. വേനൽ വരുമ്പോൾ നമ്മൾ എല്ലാ തവണയും ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തവണ വേനലിൻ്റെ തുടക്ക ദിവസം തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. രണ്ട് തരത്തിലുള്ള മുന്നറിയിപ്പുകളുണ്ട്. ഒന്ന്, ഉഷ്ണതരംഗ സാധ്യത. ഇതിന് പുറമെ അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലായി കടന്നു വരുന്നു എന്ന മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണം ഈ പകൽ സമയങ്ങളിൽ? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചൂട് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ മാർച്ചിൻ്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. ആ മാർച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത്രമാത്രം ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴേക്കും ഇത് തീർച്ചയായിട്ടും കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അതായത് ഏകദേശം ഒരു 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ട് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ഉണ്ടാവും. ഈ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം വഴിയാണ്, അല്ലെങ്കിൽ കൂളിംഗ് മെക്കാനിസംസ് ഉണ്ടാവും. അപ്പോൾ ഈ മെക്കാനിസം വഴിയാണ് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, പല ജില്ലകളിലും നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 40 ഡിഗ്രി 41 ഡിഗ്രി സെൽഷ്യസിലൊക്കെ മുകളിലാണ് പോകുന്നത്. അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ഈ 40 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ 104 ഡിഗ്രി ഫാരഡിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. അതിൽ കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ ഡീഹൈഡ്രേഷൻ സിംറ്റംസ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള സൂര്യാതാപം അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കുക, അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് ഏൽക്കുക എന്നുള്ള കണ്ടീഷൻസ് എല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രത പാലിക്കണം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എനിക്കറിയാം, ഞാൻ മുമ്പ് ന്യൂസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ 11 to 3 o'clock ടൈം, ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ്, അല്ലെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികൾ മാത്രമല്ല ഇൻഫ്രാറെഡ് രശ്മികളും നമ്മുടെ ഭൂമിയിൽ പതിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വർക്ക് എന്താണോ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ രാവിലെ തൊട്ടും അല്ലെങ്കിൽ വൈകിട്ടത്തോട്ടും ആ വർക്കുകൾ കൂടുതലായിട്ട് ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറസായ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാം. എന്നാലും ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് വിശ്രമം എടുക്കാൻ എപ്പോഴും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഇനി എത്രമാത്രം വെള്ളം കുടിക്കും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം ഒരു 2 മുതൽ അല്ലെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളം വരെ നമ്മൾ ഒരു ദിവസം കുടിക്കണമെന്നാണ് നമ്മൾ യൂഷ്വലി പറയാറുള്ളത്. പിന്നീട് നമ്മളിടുന്ന ഡ്രസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും വെളുത്തതും അല്ലെങ്കിൽ അയഞ്ഞതും കോട്ടൺ ഡ്രസ്സുകളാണ് എപ്പോഴും നമ്മൾ ഇടാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ടൈറ്റ് ആയിട്ടുള്ളതും ബ്ലാക്ക് ഡ്രസ്സുകളും തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സപ്പോസ് സൂര്യാഘാതം ഏറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തണലത്തോട്ട് മാറുക, എന്നിട്ട് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, എസ്പെഷ്യലി ഇത്രയും അധികം ചൂട് കൂടിയിരിക്കുന്ന സമയത്ത്. ഡോക്ടർ പറഞ്ഞു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, വെള്ളം കുടിക്കേണ്ടത് ദാഹിക്കുമ്പോൾ മാത്രമാണ്? ഒരു സ്വാഭാവിക സംശയമാണ്. കാരണം ആളുകൾ നമ്മൾ കണ്ടുവരുന്ന അങ്ങനെയാണല്ലോ. പക്ഷേ ഇപ്പോൾ ചുരുങ്ങിയ പക്ഷം ആളുകളെങ്കിലും കുടിക്കുന്ന അളവ് കൗണ്ട് ചെയ്യാനുള്ള ഒരു ശീലം കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്? നമ്മൾ ഈ കാലാവസ്ഥയ്ക്ക് വേണ്ടി കൂടുതൽ ജാഗരൂകമാവേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെയെങ്കിലും നമ്മൾ ദിവസം കുടിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഏകദേശം ഒരു 10 മുതൽ 12 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. ഇനി ദാഹമില്ലെങ്കിൽ പോലും നമ്മൾ ചൂട് സമയത്ത് എപ്പോഴും വെള്ളം കുടിക്കേണ്ടതാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ഇന്ന് ഈ സമയത്ത് അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് പുറത്ത് പോകണം, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 11 മണിക്ക് പുറത്ത് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 2-3 ഗ്ലാസ് വെള്ളം നമ്മൾ എപ്പോഴും കുടിക്കുക. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ജലാംശം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ മെക്കാനിസത്തിന് ഒന്നും കൂടെ ബെറ്റർ ഫങ്ഷൻ ചെയ്യാൻ പറ്റും. കാരണം ബോഡിയിൽ ജലാംശമുണ്ട്. അപ്പോൾ ആ ജലാംശം നഷ്ടപ്പെടുത്താതിരിക്കാൻ പല രീതിയിലും നമുക്ക് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതുക. ഇപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം നമ്മുടെ തൊട്ട് മുന്നിൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം വെള്ളം കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇനി പല രീതിയിലും പല ആളുകളും ചെയ്യാറുണ്ട്. ഇപ്പം നമുക്കെല്ലാം നമ്മുടെ എല്ലാവർക്കും
സ്മാർട്ട് വാച്ചുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് അലാറം വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ദാഹമില്ലെങ്കിലും നമുക്ക് വെള്ളം കുടിക്കാൻ അത് എപ്പോഴും നമ്മൾ റിമൈൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വെള്ളം മാത്രമല്ല നമ്മൾ കുടിക്കേണ്ടത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ മോരുവെള്ളം എനിക്ക് തോന്നുന്ന വേനൽക്കാലത്ത് ഏറ്റവും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലാംശം കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ കരിക്ക് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസുകൾ കുടിക്കാം. അപ്പോൾ ഇതെല്ലാം കുടിച്ച് എപ്പോഴും നമ്മൾ നമ്മുടെ ബോഡിയിൽ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂര്യാതാപം അല്ലെങ്കിൽ സൂര്യാഘാതം ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. യെസ് ഡോക്ടർ, എന്തായാലും തുടരുക. നമുക്ക്